തന്റെ കാലം കഴിഞ്ഞുവെന്ന് പറഞ്ഞവരെ കൊണ്ട് ഇപ്പോൾ മാറ്റി പറയിക്കുകയാണ് സാക്ഷാൽ മോഹൻലാൽ. അതെ, എമ്പുരാന്റെ ഹിറ്റിന് ശേഷം തുടരും സിനിമയും തിയേറ്റർ ഇളക്കി മറിച്ച് മുന്നേറുകയാണ്. എന്നാൽ ഒരു മോഹൻലാൽ സിനിമ കണ്ടിറങ്ങുന്നവർ മുഴുവൻ അതിലെ വില്ലനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ അയാളുടെ റേഞ്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. തുടരുമിലെ ജോർജ് സാറിനെ കുറിച്ച് മാത്രമല്ല ഞാൻ ഈ പറയുന്നത്. മോഹൻലാലിനെ വിറപ്പിച്ച വില്ലന്മാർക്ക് പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. കിരീടത്തിലെ കീരിക്കാടൻ ജോസും, ഫാബിയൻ റമീറസ് എന്ന സീസണിലെ വില്ലനും, താഴ്വാരത്തിലെ രാജുവും, കിലുക്കത്തിലെ സമദ് ഖാനും, വിയറ്റ്നാം കോളനിയിലെ റാവുത്തറും, ദേവാസുരത്തിലെ മുണ്ടക്കിൽ ശേഖരനും, സ്ഫടികം ജോർജും, ബാലേട്ടനിലെ ഭദ്രനും, ദൃശ്യത്തിലെ സഹദേവനും, ലൂസിഫറിലെ ബോബി ഒടുവിൽ, തുടരുമിൽ പ്രകാശ് വർമ്മ അവതരിപ്പിച്ച ജോർജ് സാർ വരെ ലാലേട്ടനെ വിറപ്പിച്ച വില്ലന്മാരാണ്. പേര് മോഹൻരാജ് ആണെങ്കിലും മലയാളികൾക്ക് അദ്ദേഹത്തെ കീരിക്കാടൻ ജോസ് എന്ന് വിളിക്കാനാണ് ഇഷ്ടം. അതുവരെ മലയാള സിനിമ കണ്ടതിനേക്കാൾ മുകളിലൊരു വില്ലൻ. മുറിപ്പാടുകൾ നിറഞ്ഞ മുഖവും ചോരക്കണ്ണും, മുറിച്ചിട്ടാലും മുറി കൂടുന്ന ഇനം, അതാണ് കീരിക്കാടൻ ജോസ്. കിരീടത്തിലെ മാസ് വില്ലൻ കീരിക്കാടൻ ജോസായി എത്തിയത് നടൻ മോഹൻരാജ് ആയിരുന്നു. എന്നാൽ ആ പേരിൽ പിന്നീടൊരിക്കലും അയാൾ അറിയപ്പെട്ടിരുന്നില്ല. മോഹൻലാലിനെ വിറപ്പിച്ച വില്ലനെ അതേ പേരിലാണ് മലയാള സിനിമ പിന്നീട് അങ്ങോട്ടും വിളിക്കാൻ തുടങ്ങിയത്. അതേസമയം ചാരക്കണ്ണുള്ള ചെകുത്താനായാണ് സീസണിലെ ഫാബിയൻ റമീറസ് എത്തിയത്. ഗാവിൻ പകാടാണ് ഫാബിയൻ റമീറസായി ചിത്രത്തിൽ എത്തിയത്. മോഹൻലാൽ അവതരിപ്പിച്ച ജീവൻ താൻ ആരാണെന്ന് വെളിപ്പെടുത്തുമ്പോഴും മരണം മുഖാമുഖമുള്ളപ്പോൾ പോലും ഫാബിയനിൽ പതർച്ചയുണ്ടായിരുന്നില്ല. എന്നാൽ ഇരയെ പിടിക്കാൻ പതിയിരിക്കുന്ന ഒരു വേട്ടക്കാരന്റെ മുഖമായിരുന്നു താഴ്വാരത്തിലെ രാജുവിന്. ആത്മാർത്ഥ സുഹൃത്തിനെ ചതിക്കാൻ മടി ഏതുമില്ലാതെ മനസാക്ഷിയില്ലാത്ത ക്രൂരൻ സലീം ഹൗസ് എന്ന നടനാണ് താഴ്വാരത്തിൽ രാജുവായി എത്തിയത്. എന്നാൽ മോഹൻലാലിന്റെ കൃഷ്ണമൂർത്തിക്ക് മുകളിൽ തലപ്പൊക്കമുണ്ടായിരുന്നു വിയറ്റ്നാം കോളനിയിലെ റാവുത്തറിന്. വിയറ്റ്നാം കോളനിയിലെ പാവങ്ങളെ മാത്രമല്ല, ഗജപോക്രികളായ വട്ടപ്പള്ളിയെയും സ്വാങ്കിനെയും ഇരുമ്പ് ജോണിനെയും എല്ലാം വിറപ്പിച്ചു നിർത്തിയ ആജാനുബാഹുവായ റാവുത്തർ. തെലുങ്കു താരമായ വിജയരംഗരാജിയാണ് റാവുത്തറിനെ വെള്ളിത്തിരിയിൽ ഗംഭീരമാക്കിയത്. കിലുക്കത്തിലെ സമദ് ഖാനും, തേന്മാവിൻ കൊമ്പത്തിലെ മല്ലിക്കെട്ടും, നിർണയത്തിലെ ഒറ്റക്കയ്യൻ ഇഫ്തിയും, ആര്യനിലെ മജീദ് ഖാനും ഒക്കെയായി അവതരിപ്പിച്ചത് ശരത് സക്സേനയായിരുന്നു. അയാളുടെ പ്രസൻസ് അനുഭവപ്പെടുന്നിടത്ത് തന്നെ പ്രേക്ഷകർക്ക് നെഞ്ചിടിപ്പേറുന്നതായിരുന്നു അന്നത്തെ അവസ്ഥ. അതേസമയം കഥാപാത്രത്തിന്റെ അതേ പേരിൽ അറിയപ്പെടാനായിരുന്നു സ്ഫടികം ജോർജിനും ലഭിച്ച മറ്റൊരു ഭാഗ്യം. ആടുതോമയുടെ റെയ്ബാൻ ഗ്ലാസ് ചവിട്ടിമെതിച്ച് പൊതിരെ തല്ലുന്ന പോലീസുകാരനെ പ്രേക്ഷകർ അതേ പേരിലല്ലാതെ എന്ത് വിളിക്കാനാണല്ലേ. ദേവാസുരത്തിലെ വിജയം ഒരുപോലെ മംഗലശ്ശേരി നീലകണ്ഠനും മുണ്ടയ്ക്കൽ ശേഖരന്റേതുമാണ്. നെപ്പോളിയനാണ് ചിത്രത്തിൽ മുണ്ടയ്ക്കൽ ശേഖരനായി എത്തിയത്. മുണ്ടയ്ക്കൽ ശേഖരൻ ഇല്ലാതെ മംഗലശ്ശേരി നീലകണ്ഠന് പൂർണ്ണതയേയില്ല. ബാലേട്ടനിലെ ഭദ്രനായി റിയാസ് ഖാൻ തന്റെ കരിയറിൽ ചെയ്ത ഏറ്റവും മികച്ച വേഷങ്ങളിൽ ഒന്നായിരുന്നു. മോഹൻലാലിനെ തടഞ്ഞു നിർത്തി ആ കണ്ണിലേക്ക് നോക്കി പോട്ടേട ബാലേട്ട എന്ന് ഭദ്രൻ പറയുമ്പോൾ പ്രേക്ഷകരായി ഇരുന്നവരുടെ മുഴുവൻ രക്തവും ചൂട് പിടിച്ചു കാണും. കൂടാതെ ദൃശ്യത്തിൽ ജോർജ് കുട്ടി ഒളിപ്പിച്ച വലിയ രഹസ്യം കണ്ടെത്തുന്ന ഒരു നെഗറ്റീവ് ടച്ചുള്ള കോൺസ്റ്റബിൾ കഥാപാത്രമായിരുന്നു കലാഭവൻ ഷാജോണിന്റെ സഹദേവൻ. അതുവരെ ഹാസ്യ കഥാപാത്രങ്ങൾ മാത്രം ചെയ്തിരുന്ന ഷാജോണിന് ഒരു മേൽവിലാസം നൽകിയതായിരുന്നു സഹദേവൻ എന്ന കഥാപാത്രം. എന്നാൽ സ്റ്റൈൽ കൊണ്ടും തന്റെ ഗംഭീര പ്രകടനം കൊണ്ടും ലൂസിഫറിൽ മോഹൻലാലിനെ എതിർത്ത് നിന്നത് വിവേക് ഒബ്രോയ് ചെയ്ത ബോബി എന്ന കഥാപാത്രമായിരുന്നു. ബോബി എന്ന വിമൽ നായരുടെ വില്ലനസത്തിൽ തന്നെയാണ് സ്റ്റീഫൻ നെടുമ്പള്ളി വലുതാകുന്നത്. പിന്നീട് വന്നത് ജോർജ് സാറാണ്. ഒരു ചെറുചിരിയും ഹലോയും പറഞ്ഞെത്തുന്ന ജോർജ് സാർ സോഷ്യൽ മീഡിയയുടെ ഭാഷയിൽ ഒരു സുന്ദര കാലമാടൻ. പ്രേക്ഷകരെ ഒന്നാകെ വിറപ്പിച്ച ജോർജ് സാർ ആരാണെന്ന ചോദ്യവുമായാണ് തുടരും ആദ്യ ഷോ കണ്ട പ്രേക്ഷകർ ഇറങ്ങിയത്. പതിയെ ആ മുഖം ആളുകൾ തിരിച്ചറിയുകയാണ്. പരസ്യലോകത്തെ രാജാവായ പ്രകാശ് വർമ്മ. പ്രേക്ഷകരുടെ മനസ്സിൽ നായകൻ അത്രത്തോളം ആഴത്തിൽ പതിയണമെങ്കിൽ മറുപുറം ഒത്തൊരു വില്ലനും ഉണ്ടാകണമല്ലോ. ആ നിലയിലാണ് ഇപ്പോൾ ജോർജ് സാറും.